നീ ഇന്നത്തെ കോൺഗ്രസ്സുകാരോട് ധാർമ്മികതയും ന്യായവും നീതിയും ഒക്കെ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അധികാരമില്ലാത്തതിന്റെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. ഇലക്ഷൻ അടുത്തിരിക്കുന്നു, എങ്ങനെയെങ്കിലും അധികാരം തിരികെ പിടിക്കണം. അതിന് എന്തും ചെയ്യും, ഏത് നെറികേടും അവർ കാണിക്കും. അവരിപ്പോ ഈ പറയുന്ന വിഷയം തന്നെ എടുത്തിരിക്കുന്നത് എന്തിനാ? ഇങ്ങനെ ഒരു അക്രമത്തിലേക്ക് അവർ പുറപ്പെട്ടത് എന്തിനാ? അവർക്കറിയാം ഇടതുപക്ഷത്തിന്റെ നേതാക്കളെ, ഇടതുപക്ഷത്തിന്റെ മന്ത്രിയെ ഒക്കെ കെ എസ് സിക്കാരൻ വന്ന് ആക്രമിച്ചാൽ, കോൺഗ്രസ്സുകാരൻ വന്ന് ആക്രമിച്ചാൽ നാട്ടിലെ ഇടതുപക്ഷക്കാർ വെറുതെ ഇരിക്കുമോ? അവർക്ക് തന്നെ ഗാന്ധിസം ഇല്ല. ഈ സോയയുടെ പാർട്ടിയാണല്ലോ ഗാന്ധിയന്മാര്, ആ കോൺഗ്രസ് ആണല്ലോ ഗാന്ധിസം. പക്ഷെ അവരൊക്കെ ഇപ്പൊ പറയുന്ന വർത്തമാനം നിങ്ങൾ കേട്ടില്ലേ? ഏത് തരത്തിലുള്ള ധിക്കാരത്തിന്റെയും അക്രമത്തിന്റെയും ഭാഷയാണ്. എന്നിട്ട് ആ അക്രമത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലാതെ ഒരു കവളത്ത് കിട്ടിയാൽ മറ്റേ കവളും കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഗാന്ധിയന്മാരെന്നല്ലോ അവര്. എന്തായാലും അവർക്ക് പോലും ആ ഗാന്ധി നിലപാടിനോട് യോജിപ്പില്ലെങ്കിൽ പിന്നെ കിട്ടിയത് വാങ്ങിച്ച് വീട്ടിൽ പോയി ഇരിക്കുന്നവരല്ലല്ലോ ഇടതുപക്ഷം എന്ന് നാട്ടിലെല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അവർക്ക് വേണ്ട എന്താ? ഇങ്ങനെ ഒരു പ്രകോപനം സൃഷ്ടിച്ച് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കയ്യേറ്റം ചെയ്ത് നാട്ടിലെമ്പാടും ഇടതുപക്ഷക്കാർ പ്രകോപിതരായി ഇളകി വീണാൽ സ്വാഭാവികമായിട്ടും വലിയ സംഘർഷം. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നിൽ കണ്ടില്ലേ കേരളം ഭരിക്കുന്ന പാർട്ടിക്കാർ ഇവിടെ ആകെ അക്രമം, അരാജക വാഴ്ച, ക്രമസമാധാനം പാളി. ഇങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ നാടകം വി ഡി സതീശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഏറ്റവും തെമ്മാടിത്തരം നിറഞ്ഞ മുസ്തഫ പറയുന്നത് ഇങ്ങനെ അക്രമ സമരങ്ങളിലേക്ക് കെ എസ് യുവും കോൺഗ്രസും പോകുന്നത് നാട്ടിൽ അരാജകത്വം സൃഷ്ടിച്ച് മൊത്തം പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാനാണ് എന്നാണ്. ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞൊരു കേസുണ്ടല്ലോ ഇതേ കണ്ണൂരിൽ, അതും ഇങ്ങനെ തന്നെ നിങ്ങളുടെ ഒരു തന്ത്രമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ 4 ആൾ ഒളിച്ചിരുന്നിട്ട് ഉമ്മൻചാണ്ടി വരുമ്പോൾ ചാടി വീണതാണോ? എന്തായിരുന്നു സമര രീതി? അതുകൂടി ഒന്ന് താങ്കൾ പറയുമോ? എങ്ങനെയായിരുന്നു ആ സമരം? അത് ഗാന്ധിയൻ മാർഗത്തിലുള്ള സമരമായിരുന്നോ? പി മുസ്തഫ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞത് ഗാന്ധിയൻ മാർഗത്തിലുള്ളതായിരുന്നു. അല്ല, എന്നിട്ട് ആ സംഭവം ഉണ്ടായപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവും അന്നത്തെ CPM-ന്റെ നേതാക്കളും എങ്ങനെയാ പ്രതികരിച്ചത്? അതുകൂടി പറ. അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ്. പിണറായി വിജയൻ എങ്ങനെയാ പ്രതികരിച്ചത്? ഉമ്മൻചാണ്ടി വന്നിട്ട് ഫോട്ടോ കാണിക്കൂ, ഉമ്മൻചാണ്ടി വന്നിട്ട് വീഡിയോ കാണിക്കൂ എന്നൊക്കെയാണോ പറഞ്ഞത്? അങ്ങനെയാണോ ന്യായീകരിച്ചത്? അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആരെയാ കാണാൻ പോയത് ഈ സംഭവം കഴിഞ്ഞിട്ട്? പിണറായി വിജയൻ പറഞ്ഞത് ഒരാളുടെ ചങ്കിൽ കൊണ്ട കല്ല് തിരിച്ച് തെറിച്ച് കാറിന്റെ ചില്ല് പൊട്ടുക, അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നാണ് ചോദിച്ചത്. രണ്ടും നിങ്ങൾ അല്ലല്ല, നിങ്ങൾ ഈ സംഭവത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അല്ല, ഞാൻ ന്യായീകരിച്ചില്ല. ഞാൻ സോയയോട് ഇതിനെ കുറിച്ചുള്ള ക്രിട്ടിക്കലാണ് ചോദിച്ചത്.